നമ്മുടെ കയ്യിലൊരു ബൊക്ക കിട്ടിയാൽ എന്ത് ചെയ്യും? പ്രത്യേകിച്ചൊന്നും ചെയ്യില്ലല്ലേ? അതിൽ പൂവൊക്കെ പിച്ചിപ്പറിച്ച് കളഞ്ഞിട്ട് അതവിടെ ഇട്ടിട്ട് പോവും. അതല്ലേ എല്ലാവരും ചെയ്യാറ്. പക്ഷേ ഇതാ ഇപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാനിതാ ഒരു ബൊക്കയിൽ നിന്നും ഒരുപാട് തൈകൾ മുളപ്പിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് നിങ്ങൾ കാണണ്ടേ? ഇതുപോലെ വളരെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ എനിക്കൊരു നല്ലൊരു ബൊക്ക കിട്ടി. ഇതിൻ്റെ മുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലവറൊന്നും ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ നമ്മളെ ബൊക്ക കയ്യിൽ കിട്ടുമ്പോൾ ഇതിൻ്റെ മുകളിലത്തെ പൂക്കളെല്ലാം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ബൊക്കയാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത് തന്നത് നമ്മുടെ മോളുടെ ഓട്ടോ ഡ്രൈവറാണേ. അവർക്ക് അതിൻ്റെ എന്തോ ബിസിനസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കി വന്ന ബൊക്ക എനിക്ക് കൊണ്ടുവന്ന് തന്നാണ് കേട്ടോ. നമ്മൾ ചെടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. വീട്ടിൽ നല്ല ഗാർഡനൊക്കെ കാണുന്നതുകൊണ്ട് ആ ചേട്ടൻ ഇതേ എനിക്കിതുപോലൊരു ബൊക്ക സമ്മാനിച്ചിട്ട് പോയി. അപ്പോൾ ഞാനത് വെച്ചിട്ട് കുറച്ച് തൈകൾ മുളപ്പിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ ഇതുപോലെയുള്ള ക്യാനിലാണ് കേട്ടോ ഞാനിന്ന് ഈ ബൊക്ക തൈ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം ഞാനിവിടെ ബൊക്കയിൽ നിന്ന് അതൊക്കെ എടുത്ത് മാറ്റി ഇതിൻ്റെ കമ്പൊക്കെ എടുത്ത് മാറ്റി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ സാധാരണ കറ്റാർവാഴ ഒരു തണ്ടിൽ അത് കുത്തി വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തില്ല. സാധാ വെള്ളത്തിൽ ഇങ്ങനെ ചെരിച്ച് വെക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ക്യാന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് നല്ല ഹോൾസും ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിലേക്ക് നിറക്കാൻ പോകുന്നത് നമ്മുടെ തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോളാണ് ഞാൻ ആദ്യം ഈ ക്യാനിലേക്ക് ഇടാൻ പോകുന്നത്. പിന്നെ ചകിരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജമന്തിയുടെ ബൊക്കയായിരുന്നു, നിറച്ചും ജമന്തിയും വെള്ള ജമന്തിയാണ് കേട്ടോ. അപ്പോൾ അതിൽ മുട്ടൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ല മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ജമന്തിയുടെ ആ തൈ എങ്ങനെയും മുളപ്പിച്ചെടുക്കണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കുന്നത്. എൻ്റെ കയ്യിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ബൊക്ക കിട്ടുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കല്യാണത്തിന് ഒരു ബൊക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എവിടെ വെച്ച് മറന്നു എനിക്കൊരു പിടുത്തൂല. ഇപ്പോൾ ആലോചിച്ചിട്ടൊന്നും കിട്ടണില്ലേ. അപ്പോൾ ഞാനിതാ ഈ ക്യാനിലേക്ക് ആദ്യം നമ്മുടെ തെർമോക്കോൾ ഇട്ടു. ഇനി നമുക്ക് ചകിരി ഇടാം കേട്ടോ. അപ്പം ഞാനിതുപോലെയാണ് പോട്ട് സെറ്റ് ചെയ്യുന്നത്. എൻ്റെ എല്ലാ പോട്ട് സെറ്റ് ചെയ്യലും ഈ രീതിയാണ്. താഴെ തെർമോക്കോളോ അല്ലെങ്കിൽ ഉരുളൻ കല്ലുകൾ എന്തെങ്കിലുമാണ് ഇടുക. അപ്പം നമുക്ക് കല്ല് കുറവായതുകൊണ്ടാണ് ഈ തെർമോക്കോളിൻ്റെ പീസ് ഇടുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെ ചകിരി ഇട്ട് വെക്കുക. അപ്പം ഞാൻ 3 ക്യാനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബൊക്കയിൽ ഒരുപാട് കമ്പുണ്ടായിരുന്നു കേട്ടോ. ജമന്തിയുടെ ഒരു 10-12 കമ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആകെ 3 ക്യാനാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് പിടിക്കുമെന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇനി ബൊക്ക നിങ്ങളുടെ കൈ കിട്ടുകയാണെങ്കിൽ ഓരോ തണ്ടിനും ഓരോ ചട്ടി വീതം എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആ ഇത് കിട്ടില്ല. ഞാനിത് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിതുപോലെ ചകിരി നിറച്ചു. ഇനി അതിലേക്ക് നമ്മൾ നല്ല മണ്ണുണ്ടായിരുന്നു, അത് നിറച്ചു കൊടുത്തിട്ടാം. എന്നിട്ട് അപ്പോൾ എൻ്റെ കൊലശ്ശേരി ആരും നോക്കരുത് കേട്ടോ. അത് പൊട്ടിപ്പോയ കൊലശ്ശേരിയാണ്. എങ്ങനെ ഇത് പൊട്ടിപ്പോയതൊന്നും ഒരു പിടുത്തൂല. ഇനി നമുക്ക് പുതിയ കൊലശ്ശേരിയും എല്ലാം മേടിക്കണം. നമ്മുടെ യൂട്യൂബിൻ്റെ ശമ്പളം ഇങ്ങോട്ട് കിട്ടട്ടെ കേട്ടോ. അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം കാശൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ എനിക്ക് പുതുവർഷത്തിലും എനിക്ക് ശമ്പളം കിട്ടും കേട്ടോ യൂട്യൂബിൻ്റെ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്യണമെന്ന് എന്നോട് ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഞാൻ എങ്ങനെയാണ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ജമന്തിയുടെ പിന്നെ ഈ ഒരു തണ്ട് നമ്മൾ നടാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഉള്ള ഇലകളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു കമ്പ് നടാൻ പോകുമ്പോൾ ഇതുപോലെ അടിയിലുള്ള ഇലകളൊക്കെ മാറ്റി കൊടുക്കുക കേട്ടോ. മുഴുവനും മാറ്റാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമ്മൾ ആ പൂവും മൊട്ടും ഒക്കെ മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ജമന്തിയുടെ കമ്പ് പിടിപ്പിച്ചെടുക്കുന്നത്. ജമന്തി തന്നെ ഞാൻ ആദ്യമായിട്ടാണ് നടന്നിട്ട്. അപ്പോൾ അതും പ്രത്യേകിച്ച് ഈ ബൊക്കം കൂടി ആകുമ്പോൾ എനിക്ക് യാതൊരു പ്രത്യേകിച്ചുള്ള സെർച്ചിങ് ഒന്നും ചെയ്യാതെയാണ് ഞാനിത് നട്ട് നോക്കിയത്. പിടിക്കുമെന്നറിയില്ല, പക്ഷെ പിടിച്ചു കേട്ടോ. അപ്പോൾ അത് ലാസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് കിട്ടിയ കമ്പ് ഞാൻ 2 എണ്ണം വീതം 3 എണ്ണം വീതമാണ് ഓരോ ക്യാനിലും നട്ടത്. സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരു കമ്പ് ഒരു ചട്ടിയിൽ അങ്ങനെ വേണം കേട്ടോ പിടിപ്പിക്കാൻ. എന്നാലേ ഇത് നന്നായിട്ട് പിടിച്ചു കിട്ടുള്ളേ. അപ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഇത് അതിലുള്ള എക്സ്ട്രാ കമ്പുകളൊക്കെ
ഉണങ്ങിപ്പോട്ടാ. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാനത് പിടിപ്പിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് നനച്ചു കൊടുത്തിട്ട് തണലത്താണ് ഇട്ടത്. ഒരു 2 ആഴ്ചയോളം തണലത്ത് വെച്ചിട്ടാണ്. എന്നിട്ടത് പിടിക്കുന്നത് വരെ വലിയ വെയിൽ കൊള്ളാണ്ട് 2 ആഴ്ച തണലത്ത് വെച്ചു. ചെറിയ രീതിയിലാണ് നനച്ചു കൊടുത്തത്. യാതൊരു വളങ്ങളും അപ്പോൾ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഇതുപോലെ ചെറിയ രീതിയിൽ നനച്ചു കൊടുത്തിട്ട് തണലത്ത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പിന്നെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം നമ്മളത് ചെറുതായിട്ടൊന്ന് നല്ല ഒരു ഇളം വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റിയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടിയും കമ്പ് നല്ല രീതിയിൽ വളർന്നു വന്നോളും. അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള ഈ തൈകൾ ഞാൻ മേലെ ബാൽക്കണിയിൽ, നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ അവിടേക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഒരു കമ്പ് വെച്ചിട്ട് നടാൻ പാടുള്ളൂ, ബാക്കിയുള്ളത് ഉണങ്ങിപ്പോകും. അപ്പോൾ ഒരു കമ്പിനാട്ടോ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ബൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഓരോ കമ്പും ഓരോ ചട്ടിയിൽ പ്രത്യേകിച്ച് നടണം. ഇങ്ങനെ 3 എണ്ണം വീതം വെക്കരുത് കേട്ടോ. എനിക്ക് അബദ്ധം പറ്റിയതാണ്. അപ്പോൾ ഒരു ചട്ടിയിൽ ഒരു കമ്പ് വീതമാണ് പിടിച്ചു വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ മൂത്ത കമ്പായിരിക്കണം, അല്ലാത്തതൊക്കെ ഇതുപോലെ ഉണങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 2ാമത്തെ വളമാണ് ഇതിന് കൊടുക്കാൻ പോകുന്നത്. ഇത് ബാൽക്കണി കൊടുന്ന് വെച്ചതിന് ശേഷം ഇതിൽ മണ്ണൊക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട മണ്ണ് കുറച്ച് മണ്ണായിരുന്നല്ലോ, അതിലാണല്ലോ നമ്മൾ കമ്പ് പിടിപ്പിച്ചെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മണ്ണൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ഈ കമ്പോസ്റ്റ് വളം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മേടിച്ചിട്ടൊരു വളം ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ ആ ഒരു വളമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനിട്ട് കൊടുക്കണം. ഇത് നല്ല പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കമ്പോസ്റ്റാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. വീട്ടിൽ ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കമ്പോസ്റ്റ് ഞാൻ ഇതിനിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3 ക്യാനിൽക്കും ഞാൻ കമ്പോസ്റ്റ് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് കുറച്ച് മണ്ണും കൂടി ഇടാം. ഈ ചട്ടിയിൽ മണ്ണ് കുറവാണ്, ഈ ക്യാനിൽ മണ്ണ് കുറവായ കാരണം ഞാൻ ഈ കമ്പോസ്റ്റ് ഇട്ടതിൻ്റെ മേലായിട്ട് ഒരു ലെയർ നല്ല മണ്ണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മുടെ കരിയില ഉണക്കിയിട്ട് ഉള്ള മണ്ണാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കരിയില കമ്പോസ്റ്റ് അല്ല, കരിയിലയും കൂടി ചേർന്നിട്ടുള്ള നല്ല കറുത്ത മണ്ണാണ് കേട്ടോ ഞാനിതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ജമന്തി നല്ല മുട്ടയിട്ടുണ്ട്. ഇതൊക്കെ നല്ല പുതിയ മുട്ടകളാണ് കേട്ടോ. അതിലെ പഴയ മുട്ടകളൊക്കെ കരിഞ്ഞു പോയി, എന്നിട്ട് പുതിയ മുട്ടകളാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെ ലെയറായിട്ട് ഇത് ഈ കറുത്ത കളറിലുള്ള മണ്ണിലേത് കരിയിലയും മണ്ണും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ മേലെ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നമ്മൾ ഈ ക്യാനിൽ അത്യാവശ്യം മണ്ണ് ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വളർച്ച ഉണ്ടാവുകയും. അപ്പം എനിക്ക് ഏകദേശം 3 കമ്പാണ് ഞാൻ ഈ ക്യാനിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലെ ഒരെണ്ണം മാത്രമാണ് കേട്ടോ ഓരോ ക്യാനിലും പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഓരോ ചട്ടിയിൽ ഓരോ കമ്പ് വെച്ചിട്ട് ബൊക്കയിലുള്ളത് പിടിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളും ഞാൻ പകുതി ഓരോ പാർട്ടും ഇങ്ങനെ വളർച്ചക്കനുസരിച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ മേലെ മണ്ണിട്ട് കൊടുത്തു. ഇനി ഇതിനൊരു വളപ്രയോഗം കൂടിയും ചെയ്യുന്നുണ്ട്. നന്നായി പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു വളപ്രയോഗം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ മണ്ണിട്ടതിന് ശേഷം ഞാൻ ജസ്റ്റ് നല്ല വെള്ളം കൊണ്ട് നനച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കമ്പ് ഉണങ്ങിപ്പോട്ടെ. നമ്മൾ എക്സ്ട്രാ ഉള്ള കുത്തിയിട്ടുള്ള 3 കമ്പല്ല ഞാനൊരു ചട്ടിയിൽ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലത് കരിഞ്ഞു പോയിട്ടുണ്ട്. ഒരെണ്ണം മാത്രമാണ് കേട്ടോ നന്നായി പിടിച്ചിട്ടുള്ളത്. അതിനാണെങ്കിൽ നല്ല മുട്ടും വരുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ നല്ലൊരു കമ്പ് പിടിച്ചതിന് നല്ല രീതിയിൽ മുട്ടും നല്ലോണം മുട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വിരിയാറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ ഞാൻ ഇതിനടുത്ത നമ്മൾ ആഴ്ചയിലൊരു ദിവസം വേറൊരു വളം കൂടി ഇതിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ഈ സ്ലറി. ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള സ്ലറിയാണ്. ഞാനിതുപോലെ ഒരു കുപ്പിയിൽ ഇതുപോലെ വലിയൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഞാൻ ഫുള്ള് നിറച്ച് വെച്ചിട്ടുള്ള കേട്ടോ, ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക, 1 ലിറ്ററോ 2 ലിറ്ററോ അങ്ങനെ വെള്ളം എടുക്കുക, അതിലേക്ക് കുറച്ച് സ്ലറി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കിയിട്ട് ഈ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് വൈകുന്നേരം വേണം ഒഴിച്ചു കൊടുക്കാൻ. നല്ല വെയിലുള്ള സമയത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഏകദേശം ഒരു വൈകുന്നേരം ഒരു സന്ധ്യാസമയം ഒരു 5 മണി 4 മണി സമയത്ത് വൈകുന്നേരം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ വേറെ നന കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ജമന്തിയുടെ മുട്ട ഈ ഒരു വലിപ്പം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുട്ടകൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ 2ാമത്തെ മണ്ണിടലൊക്കെ ചെയ്തപ്പോൾ വീണ്ടും മുട്ടകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത ചെടികളിലും നന്നായി തൂമ്പും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ
നല്ല മുട്ടും വന്നിട്ടുണ്ട്. അടുത്ത ചെടികളിലും നന്നായി മുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 3 നല്ല ഭംഗിയുള്ള ജമന്തി തൈകളാണ് പിടിച്ച് കിട്ടിയിട്ടുള്ളത്. നമ്മളൊരു 10 കമ്പ് പിടിപ്പിച്ചതിൽ ഒരു 3 എണ്ണം നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് കൂടുതൽ തൈകൾ കിട്ടിയായിരുന്നു, പക്ഷെ ഞാൻ എല്ലാം ഒരു ക്യാനിൽ 3 തൈ നട്ട കാരണമാണ്